കടലിൽ രൂപം കണ്ട റിമാൽ ചുഴലിക്കാറ്റിന്റെ കാര്യം നമുക്കറിയാം. അത് കഴിഞ്ഞ ദിവസം കരതൊട്ടിരുന്നു. അത് വൻ നാശനഷ്ടം ഉണ്ടാക്കും എന്നുള്ളതാണ് സുവി വിശ്വനാഥൻ പറയുന്നത്. സുവി ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സുവി, ഈ റിമാൽ കരതൊട്ടു മണിക്കൂറുകളായി, അതിപ്പോഴും അതിന്റെ തീവ്രത കുറഞ്ഞിട്ടില്ലേ? എൽദോ, കഴിഞ്ഞ ദിവസമാണ് റിമാൽ അതിശക്തമായി തന്നെ കരതൊട്ടത്. അത് ബംഗ്ലാദേശിനും ബംഗാളിനും ഇടയിലായിരുന്നു കരതൊട്ടത്. വലിയ നാശനഷ്ടങ്ങൾ ബംഗാളിൽ ഉണ്ടായി. കനത്ത നാശനഷ്ടങ്ങൾ. നിരവധി തീരദേശ ജില്ലകളിൽ വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ടായി. വീടുകളിലേക്ക് വെള്ളം കയറി. ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. ആയിരക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. പ്രധാനമന്ത്രി ഉൾപ്പെടെ ഈ സന്ദർഭം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ റിമാൽ ചുഴലിക്കാറ്റ് ബംഗ്ലാദേശിലേക്ക് നീങ്ങുകയാണ്. ബംഗ്ലാദേശിൽ കനത്ത നാശനഷ്ടമാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വീടുകൾ നമുക്ക് പറയുകയാണെങ്കിൽ 1,50,457 വീടുകൾക്കാണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അതിൽ 35,483 വീടുകൾ പൂർണ്ണമായും തകർന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം വലിയ ആഘാതമാണ് റിമാൽ ചുഴലിക്കാറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിലും ഒപ്പം തന്നെ അയൽ രാജ്യമായ ബംഗ്ലാദേശിലുമാണ് കനത്ത നാശം ഉണ്ടാക്കുന്നത്. 10ഓളം മരണങ്ങൾ തന്നെ ഇതിനോടകം സ്ഥിരീകരിച്ച സാഹചര്യമുണ്ട്. നിരവധി പേർക്ക് പരിക്ക് പറ്റിയ സാഹചര്യങ്ങളുണ്ട്. ഏതായാലും വലിയ നാശനഷ്ടം ഉണ്ടാക്കുന്നു. മൺസൂണിന് മുമ്പ് വരുന്ന അതിതീവ്രമായ ഒരു ചുഴലിക്കാറ്റാണിത്. ആദ്യഘട്ടത്തിൽ അതൊരു ന്യൂനമർദ്ദമായിട്ടാണ് രൂപപ്പെട്ടത്. അത് പിന്നീട് ശക്തിയാർജിക്കുകയായിരുന്നു. കേരളത്തിന്റെ തീരത്തുകൂടെ കടന്നുപോയ പശ്ചാത്തലത്തിൽ കനത്ത മഴ ലഭിച്ചിരുന്നു. വേനൽ മഴ കനത്ത രീതിയിൽ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു സമയത്ത്, അതായത് ഒരു സമയത്തിൽ തന്നെ അളവിൽ കൂടുതൽ രീതിയിൽ മഴ പെയ്യുന്ന സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അത് ബംഗാളിലേക്കും ബംഗ്ലാദേശിലേക്കും നീങ്ങിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ കനത്ത നാശം വിതറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഏതായാലും ബംഗ്ലാദേശിൽ നിന്നുള്ള വിവരങ്ങൾ കണക്കിലാക്കുമ്പോൾ 914 മുനിസിപ്പാലിറ്റികളെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത്. ഇത് ബംഗ്ലാദേശിനെ തകർത്തെറിഞ്ഞുകൊണ്ട് തന്നെ റിമാൽ ചുഴലിക്കാറ്റ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. ഏതായാലും കിഴക്കൻ ജില്ലകളിൽ, രാജ്യത്തിന്റെ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ജാഗ്രതാ മുന്നറിയിപ്പ് തുടരുകയുമാണ്. എൽദോ. ശരി, സുവി വിശ്വനാഥനാണ് ചേർന്നത് ന്യൂസ് ഡെസ്കിൽ നിന്ന്.